ഇനി നമ്മൾ ഡി സി കോമ്പൗണ്ട് മോട്ടറാണ്. ഇത് നിങ്ങൾക്ക് എളുപ്പമാണ്. ഒരു പോയിന്റ് മാത്രമേ ഇതിൽ നോട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഡി സി കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? ഷണ്ട് ഫീൽഡും സീരീസ് ഫീൽഡും ഉണ്ടാവും. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ലോങ് ഷണ്ട് ആണെങ്കിൽ ഇങ്ങനെയാണ് വരിക. ആർമേച്ചറിന് സീരീസ് ആയിട്ട് സീരീസ് ഫീൽഡ് കണക്ട് ചെയ്യും, പാരലായിട്ട് ഒരു പാരലൽ ഫീൽഡ് ഉണ്ടാവും അല്ലെ. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കോമ്പൗണ്ട് മോട്ടർ. ഇത് ലോങ് ഷണ്ട് ആണ്, ലോങ് കോമ്പൗണ്ട് ആണ്. ഷോർട്ട് കോമ്പൗണ്ടും ഉണ്ട്. ലോങ് കോമ്പൗണ്ട് ഇതുപോലെയാണ് വരിക. രണ്ട് ഫീൽഡും ഉണ്ട്. സീരീസ് ആർമേച്ചറിന് സീരീസ് ആയിട്ടുള്ള ഫീൽഡും ഉണ്ട്, ആർമേച്ചറിന് പാരലൽ ആയിട്ടുള്ള ഫീൽഡും ഉണ്ട്. ഒരു പോയിന്റ് മാത്രം നിങ്ങൾ ഇവിടുത്തെ ഈ പോയിന്റ് കാണുന്നില്ലേ, ഈ പോയിന്റ് മാത്രം നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഇതിൽ ഏതാണ്, ഇത് ഏതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ആണ് കൂടുതലുള്ളത് നോക്കുക. രണ്ട് ഫീൽഡിനാണോ സീരീസ് ഫീൽഡിനാണോ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടുതൽ നോക്കുക. ഏതിനാണോ കൂടുതൽ അപ്പൊ അത് ആ കേര ഫോളോ ചെയ്യും. ഇപ്പൊ ഷണ്ട് ഫീൽഡ് സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ നമ്മളെ കോമ്പൗണ്ട് മോട്ടറിന്റെ കേര എങ്ങനെയായിരിക്കും? ഡി സി ഷണ്ട് മോട്ടറിന്റെ കേര പോലെയായിരിക്കും ഇരിക്കുക. ഇനി സീരീസ് ഫീൽഡിന്റെ സ്ട്രെങ്ത് ആണ് കൂടുതലെങ്കിലോ നമ്മുടെ കോമ്പൗണ്ട് മോട്ടർ ഏത് കാര്യമാണ് ഫോളോ ചെയ്യുക? ഡി സി സീരീസ് മോട്ടറിന്റെ കാര്യമാണ് ഫോളോ ചെയ്യുക. അപ്പൊ നിങ്ങൾ ഈ രണ്ട് കാര്യം കൂടി വരച്ചാൽ മതി. ചോദിക്കുകയാണെങ്കിൽ ഡി സി കോമ്പൗണ്ട് മോട്ടർ ചോദിക്കുകയാണെങ്കിൽ ഇതാ ഈ പോയിന്റ് എഴുതിയാൽ മതി. ഷണ്ട് ഫീൽഡ് സ്ട്രെങ്ത് ഈസ് ഗ്രേറ്റർ ദാൻ സീരീസ് ഫീൽഡ് സ്ട്രെങ്ത്, ഇറ്റ് ഷോസ് ഡി സി ഷണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പൊ രണ്ടെണ്ണം നിങ്ങൾക്ക് വരക്കാൻ ഇപ്പൊ അറിയില്ലേ? ഫസ്റ്റ് ടോർക്ക് വേഴ്സസ് കറണ്ട് ആണെങ്കിൽ ടോർക്ക് കറണ്ട് എന്ന് എഴുതുക. ആദ്യം നമ്മൾ പഠിച്ച ഡി സി ഷണ്ടിൽ എങ്ങനെയാണ് വരുന്നത്? സ്ട്രെയിറ്റ് ലൈൻ ആണ് വരുന്നത് അല്ലെ, സ്ട്രെയിറ്റ് ലൈൻ ആണ് വരുന്നത്. ഇനി ഇതാണ് ഷണ്ടിൻ്റെത്. സീരീസിൻ്റെതാണെങ്കിൽ ഒരു പരാബോള, ഇനീഷ്യലി ഒരു പരാബോള ഉണ്ടാവും അല്ലെ, ഇനീഷ്യലി ഒരു പരാബോള, പിന്നെയോ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ ഇത് രണ്ടും കൂടി ഒന്ന് ഇന്റർസെക്ട് ചെയ്താൽ മതി നിങ്ങൾ. ഇതാണ് ഏതിൻ്റെത്? സീരീസിന്റെ കേസ്. തുടക്കത്തിൽ ഒരു പരാബോള, പിന്നെ സ്ട്രെയിറ്റ് ലൈൻ. ഇനി ഇതിന്റെ ഇടക്കുള്ളതായിരിക്കും നമ്മുടെ ആര്? ലോങ് കോമ്പൗണ്ട്. ഇതിന്റെ സ്വഭാവമായിരിക്കും കാണിക്കുക. ഇപ്പൊ ഷണ്ട് ഫീൽഡ് സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ ഒരു എന്തിന്റെ സ്വഭാവം കാണിക്കും? നമ്മുടെ ഷണ്ട് കാരയുടെ സ്വഭാവമാണ് കാണിക്കുക. അപ്പൊ നിങ്ങൾ ഡോട്ടഡ് ലൈനിൽ കാണിക്കുക, ഡോട്ടഡ് ലൈനിൽ ഷണ്ട് കാരാണ് കാണിക്കുക. ഇനി സീരീസിന്റെ സ്വഭാവമാണെങ്കിലോ, ഡി സി സീരീസിന്റെ സ്വഭാവമാണ് കാണിക്കുന്നുണ്ടെങ്കിലോ ഏകദേശം പരാബോള ഇതേ നിങ്ങൾക്ക് ഈ ഗ്രാഫ് തന്നെ രണ്ട് ഡോട്ടഡ് ലൈനിൽ വരച്ചാൽ മതി. ഇങ്ങനെ കാണിച്ചാൽ മതി. ഇതാണ് ഷണ്ട് കാര. അപ്പൊ 1 2 എന്ന് എഴുതുക, ഇതേപോലെ 1 2 എന്ന് എഴുതുക. ഇത്രയേ നിങ്ങൾക്ക് ഡി സി കോമ്പൗണ്ട് പഠിക്കാനുള്ളൂ. ഈ പോയിന്റ് പഠിച്ച ബാക്കിയെല്ലാം നിങ്ങൾക്ക് ചെയ്തുകൂടെ? പിന്നെ സ്പീഡ് വേഴ്സസ് ആർമേച്ചർ ഇക്വേഷൻ ഒന്നും ആവശ്യമൊന്നുമില്ല ഈ പോയിന്റ് മാത്രം പഠിക്കുക. അത്ര നിങ്ങൾക്ക് വേണ്ടു. നിങ്ങൾ ഇലക്ട്രോണിക്സ് ആറില്ലേ, അപ്പൊ അത്ര ഇലക്ട്രിക്കൽ അത്രയൊക്കെ വേണ്ടു. ഇതിൽ നിങ്ങൾ ഇതേപോലെ തന്നെ എഴുതുക. രണ്ട് കാര്യം മര്യാദക്ക് പഠിച്ചാൽ മതി. ഡി സി ഷണ്ടിന്റെ എങ്ങനെ വന്നത്? ഡി സി ഷണ്ടിന്റെ നമുക്കറിയാം സ്പീഡ് തുടക്കത്തിൽ കൂടുതലായിരുന്നു, പിന്നെ കുറഞ്ഞ വന്നല്ലേ. ഇങ്ങനെയാണ് ഡി സി ഷണ്ടിന്റെ കേസ്. സീരീസിന്റെ കേസോ? സീരീസിന്റെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ തുടക്കത്തിൽ ഒന്ന് കൂടുതലായിരിക്കും, പിന്നെ കുറയുന്നില്ലേ, ഇതുപോലെയാണ് വരിക. എവിടെയെങ്കിലും ഒന്ന് ഇന്റർസെക്ട് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഡോട്ടഡ് ലൈനിൽ വരയ്ക്കുക. ഏകദേശം ഇന്റർസെക്ഷൻ പോയിന്റ് വഴി തന്നെ എടുത്തോ, ഇന്റർസെക്ഷൻ വഴി തന്നെ എടുക്കുക. ഇത് തന്നെ വരയ്ക്കുക, ഈ ഗ്രാഫ് തന്നെ വരയ്ക്കുക. ഒന്നും കൂടി ഇതുപോലെ വരച്ചാൽ മതി. എന്നിട്ട് 1 2 എന്ന് നോട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് പറയാം ഡി സി ഇത് ഒന്നാമത്തെ ഈ ഡോട്ടഡ് ലൈൻ കാണിച്ചിരിക്കുന്നത് കിട്ടിയിരിക്കുന്നത് ഏതാണ്? രണ്ട് ഫീൽഡ് സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ ഒന്നാമത്തെ ഗ്രാഫ് പോലെയാണ് കിട്ടുക കോമ്പൗണ്ട് മോട്ടറിന് അല്ലെ. രണ്ടാമത്തെ ഗ്രാഫ് കിട്ടിയതോ? ഇത് സീരീസിന്റെ ഗ്രാഫ് അല്ലേ. അപ്പൊ സീരീസിന്റെ ഗ്രാഫിന്റെ ഷേപ്പ് കിട്ടുന്നതാണ് അല്ലെ. സീരീസ് ഫീൽഡ് സ്ട്രെങ്ത് കൂടുതലാകുമ്പോൾ കോമ്പൗണ്ട് മോട്ടറിന്റെ കാര്യം ഇതുപോലെയാണ് കിട്ടുക. ഇനി ഇതുപോലെ നിങ്ങൾക്ക് സ്പീഡ് ടോർക്ക് ചെയ്തൂടെ? സ്പീഡ് ടോർക്ക് നമുക്കറിയാം. സ്പീഡ് ടോർക്ക് നിങ്ങൾ ഇതുപോലെ രണ്ട് ഗ്രാഫും വരക്കുക. ആദ്യം ഡി സി ഷണ്ടിൻ്റെത് വരക്കുക. ഇതിൽ നിങ്ങൾക്ക് എളുപ്പമാണ് വരയ്ക്കുക. സ്പീഡ് വേഴ്സസ് കറണ്ടിന്റെ പോലെ തന്നെയാണ് സ്പീഡ് വേഴ്സസ് ടോർക്കും വരിക. അപ്പൊ സ്പീഡ് വേഴ്സസ് കറണ്ട് എങ്ങനെ വരും? ടോർക്ക് സ്പീഡ് വേഴ്സസ് ടോർക്ക് നമ്മൾ ഇവിടെ നോക്കുന്നത്. സ്പീഡ് വേഴ്സസ് കറണ്ടിന്റെ തന്നെ നേരത്തെ വരച്ച അത് തന്നെയാണ് വരിക. ഇതാണ് ഡി സി ഷണ്ടിൻ്റെത്. സീരീസിന്റെ കേസോ? സീരീസിന്റെ കേസ് ഇതുപോലെ വരും അല്ലെ, എവിടെയെങ്കിലും ഇന്റർസെക്ട്. ഇനി നിങ്ങൾക്ക് ഇത് തന്നെ ഡോട്ടഡിൽ കാണിക്കുക. കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ട് ഈ ഇന്റർസെക്ഷൻ പോയിന്റ് വഴി കാണിക്കണം. പക്ഷെ സെയിം ഷേപ്പ് വരക്കുക. ഇത് 1 2 1 കൊടുക്കാം നിങ്ങൾക്ക്. ഇത് അപ്പൊ ഡി സി സീരീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കാണിക്കുന്നത് ഒന്നാമത്തെ ഗ്രാഫ് കോമ്പൗണ്ട് മോട്ടറിന്റെ. അപ്പൊ ഡി സി ഷണ്ട് ഫീൽഡ് അല്ല സീരീസ് ഫീൽഡ് ഗ്രേറ്റർ സ്ട്രെങ്ത് ആകുമ്പോഴാണ് ഒന്നാമത്തെ നമുക്ക് കിട്ടിയ ഗ്രാഫ്. രണ്ടാമത്തേതോ? ഷണ്ട് കിട്ടുകയാണെങ്കിൽ ഷണ്ട് ഫീൽഡിന്റെ എങ്ങനെ കിട്ടണം? ഏകദേശം ഇന്റർസെക്ട് ചെയ്തിട്ട് ഇതുപോലെ വരക്കുക. ഇത് 2 അങ്ങനെ വരച്ചാൽ മതി. നിങ്ങൾ അങ്ങനെ ഇതേപോലെ കിട്ടണം എന്നില്ല. 1 2 രണ്ടാമത്തെ ഗ്രാഫ് കിട്ടുക ഡി സി ഷണ്ട് കാര അല്ലെ. ഡി സി ഷണ്ട് കാരയുടെ മോഡലായിട്ട് വരയ്ക്കുക.
ഇങ്ങനെയാണ് കോമ്പൗണ്ട് മോട്ടറിന്റെ വരക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ എപ്പോഴും കോമ്പൗണ്ട് മോട്ടർ മര്യാദയ്ക്ക് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ എല്ലാ കേരയും വരക്കാം കേട്ടാ. കേരക്കാണ് മാർക്ക്, കേര വരക്കുന്നതിനാണ് മാർക്ക്. അപ്പൊ അത് മാത്രമാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പൊ എന്താ, DC കോമ്പൗണ്ട് മോട്ടർ മര്യാദയ്ക്ക് പഠിച്ചാൽ മതി. അല്ല ഇപ്പൊ സ്റ്റണ്ട് നിങ്ങൾക്ക് കിട്ടും, സീരീസിന്റെ കാര്യവും കിട്ടും. ഇപ്പൊ ഇത് കോമ്പൗണ്ട് മോട്ടർ മര്യാദയ്ക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാ കാര്യം വരക്കാം. അപ്പൊ അത്രയും ആണ് നമ്മുടെ ഈ മോഡ്യൂളിലുള്ളത്.